ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ. ഓ, നല്ല കാര്യം. അങ്ങനെയെങ്കിലും 4 സംഖ്യകള് സ്കൂളിൽ പോട്ടെ. നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. അണ്ണാ, ആൻഡമാൻ ജയിലുകളിൽ കാലങ്ങൾ കുറേ കാലം കിടന്നവരില്ലേ? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയവരും കിടന്നിട്ടുണ്ട്, ഷൂ നക്കിയവരും കിടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജയിലിലെ എല്ലാവരെയും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമണ്ണ. അണ്ണ അങ്ങനെ ഉൾപ്പെടുത്തുമെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ജയിലുകളിൽ ഗോവിന്ദച്ചാമി കുറേ കാലമായിട്ട് കിടക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജീവിതചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമണ്ണ? അത് പഠിക്കേണ്ടതാണ് കുട്ടികൾക്ക്. അതേപോലെയാണ് ആൻഡമാൻ ജയിലുകളിൽ കിടന്നവന്മാരുടെ കഥയിലും ഷൂ നക്കിയവരുമുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയവരുമുണ്ട്. എന്താണ് ഉള്ളിയണ്ണ പറയണത്? ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെന്ത് വിചാരിച്ച്? അണ്ണൻ്റെ അധ്യക്ഷ സ്ഥാനം പോയെങ്കിലും അണ്ണൻ്റെ മണ്ടത്തരങ്ങളൊക്കെ അണ്ണ അതേപോലെ നിലനിർത്തുന്നുണ്ട്. മലയാളികൾക്ക് ഈ പറഞ്ഞ 2 വ്യക്തികളെക്കുറിച്ച് മലയാളികൾ നല്ലപോലെ പഠിച്ചത് കൊണ്ടാണ് അണ്ണനൊക്കെ ഇന്നും ഈ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നടക്കുന്നത്, ഒരു സ്ഥലത്ത് പോലും ഇലക്ഷനിൽ ജയിക്കാതെ. അത് ഇതുവരെ അണ്ണനെ മനസ്സിലായില്ല.